നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ചിക്കൻ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 1/4 കപ്പ് ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് ഇത് പൊങ്ങി വരാനായിട്ട് നമ്മൾ 10 മിനിറ്റ് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇപ്പോൾ തന്നെ നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/3 സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്, അതായത് 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇത് കുഴച്ചെടുക്കാനായിട്ട് നമ്മളിതിലേക്ക് വേറെ പാലോ വെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ഇനി നമ്മളിത് കുഴച്ചെടുത്ത് വരുമ്പോൾ അല്പം കൂടി പൊടിയോ അല്ലെങ്കിൽ പാലോ ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരല്പം അയഞ്ഞാണ് ഇരിക്കുന്നത്. മാവിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ അളവ് 1/2 കപ്പും 3 ടേബിൾ സ്പൂണുമാണ്. കുഴച്ചെടുക്കാനായിട്ട് 1/4 കപ്പ് പാലുമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അതുകൊണ്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കാം. നമ്മളിതിലേക്ക് ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് പെട്ടെന്ന് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി സവാള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് 1 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ക്യാബേജും ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഇത്രയും ഇത് ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികളാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു കളറിന് വേണ്ടിയിട്ട്. എല്ലാം കൂടി ചേർത്ത് ഈ പൊടികളുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറുന്നത് വരെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പൊടികൾ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചിക്കനാണ്. ഇതിലേക്ക് ചേർത്ത ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തതാണ്. വേവിച്ചെടുത്ത ചിക്കൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. അതിനുശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ചിക്കൻ സ്റ്റോക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റോക്ക് നമ്മൾ ചിക്കൻ വേവിച്ചപ്പം എടുത്ത വെള്ളമാണ്, അല്ലാതെ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ചിക്കൻ സ്റ്റോക്കല്ല. കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട, ഇത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് ഈ മസാലയൊക്കെ ഒന്ന് യോജിച്ച് കിട്ടുന്നതിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി തീ ഒരല്പം കൂട്ടി വയ്ക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി ഇത് ഡ്രൈ ആക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന ആ മാവ് ഇപ്പോൾ വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ കുഴച്ചെടുക്കാം. നമ്മുടെ ഈ ചപ്പാത്തി ബോർഡിൻ്റെ മുകളിലേക്ക് ഒരല്പം ഗോതമ്പ് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മാവ് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതിനെ നല്ല സോഫ്റ്റായിട്ട് ഒന്നുകൂടെ കുഴച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഇത് 2 പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് മാറ്റി വയ്ക്കാം. ഒരു പീസ് എടുത്ത് നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാം. അല്പം പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചതും കൂടെ പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ പൊടി ഒരൽപ്പം തൂളി കൊടുത്ത് അതും നന്നായി പരത്തിയെടുക്കാം. ഇതും നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളൊരു പിസ്സ കട്ടറോ കത്തിയോ വെച്ച് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് കത്തി വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. 4 പീസായിട്ട് എടുക്കണമെന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഇത് 4 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് ആണ്. അതിലേക്ക് ഞാൻ അല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഫില്ലിങ് ഇത് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ 4 പീസിലും കൂടെ വെച്ച് കൊടുക്കാം. 2-3 സ്പൂൺ വീതം വെച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ഫില്ലിങ് ബാക്കി വരികയാണെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം ഒക്കെ സ്നാക്ക് തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. ഫില്ലിങ് നമ്മൾ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി മാറ്റി വെച്ചിരുന്ന ആ ഒരു ചപ്പാത്തിയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അല്പം ഒരു സൈഡൊക്കെ ഒന്ന് വലിച്ച് വെച്ച് കൊടുക്കാം. കറക്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്നത് പോലെ വേണം അത് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. 4 പീസായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച് തന്നെ മുകളിൽ നിന്നും അതൊന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. 4ഉം സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതുപോലെ ഫോർക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഒട്ടിയിരുന്നോളും. അതുമാത്രമല്ല ഇതുപോലെ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒരു ഡിസൈനും കൂടി വരും. ഇത് 2 സൈഡിലും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാത്തിലും നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ 4 പീസും ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട. നമ്മളിത് മുക്കിയിട്ട് അല്ല ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടല്ല എടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുന്നത് പോലെ എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്തുള്ള ഫില്ലിംഗ് ഒക്കെ നമ്മൾ വഴറ്റിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയും എണ്ണ ഒഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ ഇതുപോലെയൊന്ന് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇനി കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അല്ലെങ്കിൽ ചീസ് ഇഷ്ടമുള്ളവരാണെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ചീസും കൂടെ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ഭാഗം ആയിട്ടുണ്ട്. ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്താണ്. ഇതുപോലെ ഒരു പ്രാവശ്യം കൂടി തിരിച്ചു ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറാകും. പിന്നെ നമ്മളിത് ഈസ്റ്റൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് വലുതായിട്ട് വരും നമ്മളിത് എണ്ണയിലിടുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് അതിവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ അല്പം ചീസ് കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈവനിങ്ങിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി ഡിന്നറിനൊക്കെ ആണെങ്കിലും. ഇത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.